ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് പുതിയകാവ് മാവേലിക്കരയിലുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. ഈ വീഡിയോ ഏവർക്കും കാണാവുന്നതാണ്. മത്സര പരീക്ഷകളൊക്കെ എഴുതുന്ന സ്റ്റുഡൻസാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇത് കേട്ട് പഠിക്കാവുന്നതാണ്. കൂടുതൽ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല, നേരെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. നമ്മൾ ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് പറയുകയാണ്. ജവഹർലാൽ നെഹ്റു എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇന്ത്യയുടെ ആദ്യകാല പ്രധാനമന്ത്രി ആരായിരുന്നു? ജവഹർലാൽ നെഹ്റുവാണ്. ഇന്ത്യയുടെ ആദ്യകാല പ്രധാനമന്ത്രി ആൻസർ ജവഹർലാൽ നെഹ്റു. ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആൻസർ ജവഹർലാൽ നെഹ്റു. ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആൻസർ ജവഹർലാൽ നെഹ്റു. അതുപോലെ ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ജവഹർലാൽ നെഹ്റുവാണ്. ലോങ്സ്റ്റ് സെർവിംഗ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആൻസർ ജവഹർലാൽ നെഹ്റു. 17 വർഷം ജവഹർലാൽ നെഹ്റു ഇന്ത്യയിൽ പ്രധാനമന്ത്രിയായിട്ട് സേവനമനുഷ്ഠിച്ചു. അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റു ഏതു പേരിലറിയപ്പെടുന്നു? ജവഹർലാൽ നെഹ്റു ഒരു പേരിലറിയപ്പെടുന്നു, ചാച്ചാജി എന്നറിയപ്പെടുന്നു. ജവഹർലാൽ നെഹ്റു ഈസ് നോൺ ആസ് ചാച്ചാജി. ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം എന്നാണ്? നവംബർ 14. ബർത്ത്ഡേ ഓഫ് ജവഹർലാൽ നെഹ്റു ആൻസർ നവംബർ 14. ചിൽഡ്രൻസ് ഡേ നവംബർ 14 ശിശുദിനമാണ്. അതുപോലെ ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. ജവഹർലാൽ നെഹ്റു ആരംഭിച്ച പത്രം ഏതാണ്? ജവഹർലാൽ നെഹ്റു ഒരു പത്രം ആരംഭിക്കുകയുണ്ടായി. പത്രം ഏതാണ്? നാഷണൽ ഹെറാൾഡ് എന്ന പത്രം ആരംഭിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റുവാണ്. ജവഹർലാൽ നെഹ്റു സ്റ്റാർട്ടഡ് ദ ന്യൂസ് പേപ്പർ നാഷണൽ ഹെറാൾഡ്. ജവഹർലാൽ നെഹ്റു ആരംഭിച്ച പത്രം ആൻസർ നാഷണൽ ഹെറാൾഡ്. അതുപോലെ ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് പറയുമ്പോൾ 1954 ചൈനയുമായി പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. ജവഹർലാൽ നെഹ്റു സൈൻഡ് ദ പഞ്ചശീൽ എഗ്രിമെന്റ് വിത്ത് ചൈന ഓൺ 1954. 1954 ചൈനയുമായിട്ട് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചു. അതുപോലെ തന്നെ 1955 ഭാരതരത്ന പുരസ്കാരം ലഭിച്ചു. ജവഹർലാൽ നെഹ്റു വൺ ദ ഭാരതരത്ന പ്രൈസ് ഓൺ 1955. 1955 ഭാരതരത്ന പുരസ്കാരത്തിന് അർഹനായി. ജവഹർലാൽ നെഹ്റു അർഹനായി. അതുപോലെ തന്നെ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു വാസ് ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ അപ്പിയേർഡ് ഓൺ ഇന്ത്യൻ പോസ്റ്റൽ സ്റ്റാമ്പ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ജവഹർലാൽ നെഹ്റുവാണ്. അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റു മറ്റൊരു പേരിൽ അറിയപ്പെടുന്നു, ഇന്ത്യയുടെ ഋതുരാജൻ എന്നറിയപ്പെടുന്ന ആരെയാണ്? ജവഹർലാൽ നെഹ്റുവിനെയാണ്. ജവഹർലാൽ നെഹ്റുവിനെ ഇന്ത്യയുടെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? രവീന്ദ്രനാഥ് ടാഗോറാണ്. രവീന്ദ്രനാഥ് ടാഗോർ കോൾഡ് ജവഹർലാൽ നെഹ്റു വാസ് ഋതുരാജ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ചു. അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി ആരാണ്? ജവഹർലാൽ നെഹ്റുവാണ്. ഫാദർ ഓഫ് പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻസർ ജവഹർലാൽ നെഹ്റു. അതുപോലെ അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ജവഹർലാൽ നെഹ്റുവാണ്. ജവഹർലാൽ നെഹ്റു വാസ് ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഹു ഡൈ ഇൻ ഹാർനസ്. അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആൻസർ ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവിന്റെ അന്ത്യവിശ്രമ സ്ഥലം എവിടെയാണ്? ജവഹർലാൽ നെഹ്റുവിന്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് ശാന്തിവനം. എവിടെയാണ്? ഡൽഹിയിലാണ്, യമുനാ തീരത്താണ്. ശാന്തിവനം ലൊക്കേറ്റഡ് ഓൺ ദ ബാങ്ക് ഓഫ് റിവർ യമുനാ തീരത്ത് സ്ഥിതി ചെയ്യുന്നു. ഇനി നമ്മൾ സർദാർ വല്ലഭായ് പട്ടേലിനെ കുറിച്ച് പറയുകയാണ്. സർദാർ വല്ലഭായ് പട്ടേൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി, ഫസ്റ്റ് ഹോം മിനിസ്റ്റർ ഓഫ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ ആൻസർ സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. ഫസ്റ്റ് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആൻസർ സർദാർ വല്ലഭായ് പട്ടേൽ. അതുപോലെ തന്നെ സർദാർ വല്ലഭായ് പട്ടേൽ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നു. സർദാർ വല്ലഭായ് പട്ടേൽ ഈസ് നോൺ ആസ്
അയൺ മാൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ സർദാർ വല്ലഭായ് പട്ടേൽ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നു, ഇന്ത്യൻ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നു. സർദാർ വല്ലഭായ് പട്ടേൽ ഈസ് ഓൾസോ നോൺ ആസ് ഇന്ത്യൻ ബിസ്മാർക്ക്, ഇന്ത്യൻ ബിസ്മാർക്ക് എന്നും അറിയപ്പെടുന്നു. അതുപോലെ സർദാർ വല്ലഭായ് പട്ടേൽ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നു, ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്നു. സർദാർ വല്ലഭായ് പട്ടേൽ ഈസ് നോൺ ആസ് ബർദോളി ഗാന്ധി. ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്ന ആരെയാണ്? സർദാർ വല്ലഭായ് പട്ടേലിനെയാണ്. അതുപോലെ സർദാർ വല്ലഭായ് പട്ടേലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബർദോളി സത്യാഗ്രഹത്തിന്റെ നേതാവ് ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേലാണ്. ലീഡർ ഓഫ് ബർദോളി സത്യാഗ്രഹ ഓൺ 1928, 1928 നടന്ന ബർദോളി സത്യാഗ്രഹത്തിന്റെ നേതാവ് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. സർദാർ വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന പേര് നൽകിയത് ആരാണ്? ഗാന്ധിജിയാണ്. ആരാണ്? ഗാന്ധിജിയാണ്. The name title സർദാർ was given by ഗാന്ധിജി. The name title സർദാർ was given by ഗാന്ധിജി. ഗാന്ധിജിയാണ് സർദാർ എന്ന പേര് നൽകിയത്. അതുപോലെ സർദാർ വല്ലഭായ് പട്ടേലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ ഏതാണ്? സർദാർ വല്ലഭായ് പട്ടേലിന്റെ ഏകതാ പ്രതിമയാണ്. ഹയസ്റ്റ് സ്റ്റാച്യു ഓഫ് ദ വേൾഡ്, ഹയസ്റ്റ് സ്റ്റാച്യു ഓഫ് ഏഷ്യ, ഹയസ്റ്റ് സ്റ്റാച്യു ഓഫ് ഇന്ത്യ. ഈ 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എന്താണ്? സ്റ്റാച്യു ഓഫ് യൂണിറ്റി. സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഇത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഗുജറാത്തിലാണ്. സ്റ്റാച്യു ഓഫ് യൂണിറ്റി ലൊക്കേറ്റഡ് അറ്റ് ഗുജറാത്ത്, ഗുജറാത്തിൽ സ്ഥിതി ചെയ്യുന്നു. അതുപോലെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഏത് നഗരത്താണ്? സ്റ്റാച്യു ഓഫ് യൂണിറ്റി ലൊക്കേറ്റഡ് ഓൺ ദ ബാങ്ക് ഓഫ് റിവർ നർമ്മദ. സ്റ്റാച്യു ഓഫ് യൂണിറ്റി സർദാർ വല്ലഭായ് പട്ടേൽ ഏകതാ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നർമ്മദാ നദിയുടെ തീരത്താണ്. നർമ്മദാ നദിയുടെ തീരത്താണ് അല്ലേ? സർദാർ വല്ലഭായ് പട്ടേൽ പറഞ്ഞ വളരെ ഫേമസ് ആയ ഒരു കാര്യമാണ്. എന്താണ്? ഐ നോ ഓൺലി വൺ കൾച്ചർ ദാറ്റ് ഈസ് അഗ്രികൾച്ചർ എന്ന് പറഞ്ഞതാരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. എനിക്ക് ഒരു സംസ്കാരമേ അറിയാവൂ, അത് കൃഷിയാണ് എന്ന് ആര് പറയുകയുണ്ടായി? സർദാർ വല്ലഭായ് പട്ടേൽ പറയുകയുണ്ടായി. ഒരു സർദാർ വല്ലഭായ് പട്ടേലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ റേഡിയോ നിലയം ആരംഭിച്ച ആദ്യത്തെ സർവകലാശാല ഏതാണ്? സർദാർ പട്ടേൽ സർവകലാശാലയാണ്. ഫസ്റ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സ്റ്റാർട്ടഡ് റേഡിയോ സ്റ്റേഷൻ ഇൻ ഇന്ത്യ. ആൻസർ എന്താണ്? സർദാർ പട്ടേൽ യൂണിവേഴ്സിറ്റിയാണ്. അതെവിടെയാണ്? അഹമ്മദാബാദിലാണ്. അതുപോലെ സർദാർ പട്ടേൽ എയർപോർട്ട് അവിടെ സ്ഥിതി ചെയ്യുന്നു. അതെവിടെ തന്നെയാണ്? ഗുജറാത്തിൽ തന്നെയാണ്. എവിടെയാണ്? ഗുജറാത്തിലാണ്. അപ്പോൾ സർദാർ വല്ലഭായ് പട്ടേലിനെ കുറിച്ച് പറഞ്ഞു. ഇനി നമ്മൾ രാജാറാം മോഹൻ റോയിയെ കുറിച്ച് പറയുകയാണ്. രാജാറാം മോഹൻ റോയി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരെയാണ്? രാജാറാം മോഹൻ റോയിയാണ്. രാജാറാം മോഹൻ റോയിയാണ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഫാദർ ഓഫ് റെനൈസൻസ് ഓഫ് ഇന്ത്യ. ആൻസർ രാജാറാം മോഹൻ റോയി. രാജാറാം മോഹൻ റോയി ഈസ് നോൺ ആസ് ഫാദർ ഓഫ് ഇന്ത്യൻ റെനൈസൻസ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരെയാണ്? രാജാറാം മോഹൻ റോയിയാണ്. അതുപോലെ തന്നെ രാജാറാം മോഹൻ റോയിയെ കുറിച്ച് പറയുകയാണെങ്കിൽ രാജാറാം മോഹൻ റോയി മറ്റൊരു പേര് അറിയപ്പെടുന്നു, ഇന്ത്യയുടെ ആധുനിക മനുഷ്യൻ എന്നറിയപ്പെടുന്ന ആരാണ്? രാജാറാം മോഹൻ റോയി. രാജാറാം മോഹൻ റോയി ഈസ് നോൺ ആസ് മോഡേൺ മാൻ ഓഫ് ഇന്ത്യ. മോഡേൺ മാൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ആധുനിക മനുഷ്യൻ എന്നറിയപ്പെടുന്ന ആരാണ്? രാജാറാം മോഹൻ റോയിയാണ്. അതുപോലെ രാജാറാം മോഹൻ റോയിയെ കുറിച്ച് പറയുകയാണെങ്കിൽ റാം മോഹൻ റോയിക്ക് രാജ എന്ന പേര് നൽകിയത് ആരാണ്? അക്ബർ ഷാ രണ്ടാമനാണ്. റാം മോഹൻ റോയിക്ക് രാജ എന്ന പേര് നൽകിയത് ആരാണ്? അക്ബർ ഷാ രണ്ടാമനാണ്. The name title രാജ was given by അക്ബർ ഷാ സെക്കൻഡ്. അക്ബർ ഷാ രണ്ടാമനാണ് റാം മോഹൻ റോയിക്ക് രാജ എന്ന പേര് നൽകിയത്. അതുപോലെ തന്നെ ഇംഗ്ലണ്ട് സന്ദർശിച്ച ആദ്യത്തെ ഇന്ത്യക്കാരനാരാണ്? രാജാറാം മോഹൻ റോയിയാണ്. രാജാറാം മോഹൻ റോയി വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ ഹൂ വിസിറ്റഡ് ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ട് സന്ദർശിച്ച ആദ്യത്തെ ഇന്ത്യക്കാരനാരാണ്? രാജാറാം മോഹൻ റോയിയാണ്. അതുപോലെ രാജാറാം മോഹൻ റോയിയാണ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത്. ഫൗണ്ടർ ഓഫ് ബ്രഹ്മസമാജ. ആൻസർ രാജാറാം മോഹൻ റോയി. രാജാറാം മോഹൻ റോയി ഫൗണ്ടഡ് ബ്രഹ്മസമാജ ഓൺ 1828. 1828 ബ്രഹ്മസമാജം സ്ഥാപിച്ചതാരാണ്? രാജാറാം മോഹൻ റോയിയാണ്. അതുപോലെ വളരെ ഭയാനകമായ ഒരു ദുരാചാരമായിരുന്നു എന്ത്? സതി എന്ന ദുരാചാരം നിർത്തലാക്കിയതാരാണ്? രാജാറാം മോഹൻ റോയിയാണ്. സതി എന്ന ദുരാചാരം നിർത്തലാക്കുന്നതിന് വേണ്ടി അഹോരാത്രം പ്രയത്നിച്ച ഒരു
പ്രമുഖ വ്യക്തിയാണ്, അത് വളരെ മഹത് വ്യക്തിയാണ് ആര്, രാജാ റാം മോഹൻ റോയ്. പക്ഷേ സതി നിരോധിച്ചതാരാണ്? സതി പ്രൊഹിബിറ്റഡ് ബൈ ലോർഡ് വില്യം ബെൻഡിക്. ലോർഡ് വില്യം ബെൻഡിക് ഓൺ 1829 കേട്ടോ, 1829 സതി നിരോധിച്ചത്. ആരാണ്? വില്യം ബെൻഡിക് പ്രഭു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ഇന്നിവിടെ വന്നത് പുതിയകാവ് മാവേലിക്കരയിലുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും പ്രയോജനപ്പെടുന്നതാണ്. വീഡിയോ കാണുന്നൊരു വീഡിയോ തുടർച്ചയായിട്ട് കാണുക, എല്ലാവർക്കും വീഡിയോ കാണാവുന്നതാണ്, കേട്ട് പഠിക്കാവുന്നതാണ്. ഞാൻ മലയാളത്തിലും പറയുന്നുണ്ട്, ഇംഗ്ലീഷിലും പറയുന്നുണ്ട്. ഈ മലയാളത്തിൽ പറയുന്നത് ഡയറക്റ്റ് നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്തേക്കുകയാണ് കേട്ടോ. വളരെ സിമ്പിളസ്റ്റായുള്ള ലാംഗ്വേജാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. ആ വീഡിയോ കാണുന്നത് തുടർച്ചയായിട്ട് കാണുക. തുടർച്ചയായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണം, എന്തെങ്കിലും ഉപകാരം ഉണ്ടാവുകയുള്ളൂ കേട്ടോ. വീഡിയോ തുടർച്ചയായിട്ട് കാണുക. അതുപോലെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ യൂസ്ഫുള്ളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക. ഷെയർ ചെയ്താലും ഇല്ലെങ്കിൽ കേട്ടോ, അത് നിങ്ങളുടെ താല്പര്യങ്ങളാണ്. ഷെയർ ചെയ്യുന്നതും ഷെയർ ചെയ്യാത്തതൊക്കെ നിങ്ങളുടെ താല്പര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ വീഡിയോ കാണുക, കേട്ട് പഠിക്കുക.